നമുക്കിത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്കിത് അത്രയും എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഒരിക്കലും നമ്മളിതിന് വേണ്ടിങ്ങാണ്ട് ഒരു എന്താ പറയാ ഡിപ്രഷൻ ആ വരിക അല്ലെങ്കിൽ വർക്ക് ലോഡ് പോകുമ്പോൾ എനിക്ക് താങ്ങണില്ല, അങ്ങനത്തെ ഒരു ഇത് ഒരിക്കലും വരാൻ പാടില്ല. ടൈം മാനേജ്മെന്റ് കാര്യമായിട്ട് നോക്കണം. കാരണം വെച്ചാൽ നമ്മൾ എത്രത്തോളം ഡ്രോയിങ് മൊഞ്ചാക്കാൻ നോക്കാണ്ട് നമ്മൾ എന്താ ചിന്തിക്കുന്നത് അത് പേപ്പറിൽ എത്തിക്കാൻ കഴിയണം. മാക്സിമം റെഫറൻസ് എടുത്താണ്ട് നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ലൈൻ ക്വാളിറ്റി, പിന്നെ അതുപോലെ ടൈം മാനേജ്മെന്റ്, അങ്ങനെ അതൊക്കെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ ഇവിടെ ഇപ്പൊ നമ്മളെ കൂടെ നഹിയാൻ കണ്ണൂര് ആൻഡ് റയാൻ മലപ്പുറം, അബ്ഷിർ മലപ്പുറം, and they have cleared NIFT exams. ഇനി ലെറ്റ്സ് ഹിയർ ദം സേ അവരുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ. സോ നഹിയാൻ, ഹൗ ഡിഡ് യു പ്രിപ്പയർ ഫോർ ദ എക്സാം? അത് എങ്ങനെയൊക്കെയായിരുന്നു ഇതിന്റെ വേ ഓഫ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ? ക്ലാസ്സസ് എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ സ്കെച്ചിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡെയിലി പുറത്തൊക്കെ പോയി സ്കെച്ച് ചെയ്യുക. പിന്നെ നമ്മൾ മുന്നിൽ കാണുന്ന പെർസ്പെക്റ്റീവ് ഒക്കെ ഒന്ന് നമ്മളതിൽ വിഷ്വലൈസ് ചെയ്തിട്ട് അത് ഡ്രോ ചെയ്യാൻ നോക്കുക. മാക്സിമം പെർസ്പെക്റ്റീവ് എടുത്തിട്ട് ഓരോ ആംഗിൾസും ഓരോ നമ്മളായിട്ടുള്ള രീതിയിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക പേപ്പറിൽ. പിന്നെ മെയിനായിട്ട് പറയാന്ന് പറഞ്ഞാൽ നമ്മള് ക്വാളിറ്റി മീൻസ് നമ്മൾ എന്താ വരക്കണെന്ന് വെച്ചാൽ അത് നമ്മൾ പക്കയായിരിക്കും. മീൻസ് നമ്മളിപ്പോ സാധാരണ എന്ത് വരക്കുന്നുണ്ടെങ്കിലും അത് കുത്തി വരഞ്ഞ അങ്ങനത്തെ ലെവലിലാക്കാതെ നമ്മള് ഡീറ്റെയിൽ ആക്കണമെന്നില്ല. ലൈക്ക് നമ്മൾ എന്ത് വരക്കണോ അത് പക്കയായിട്ട് മീൻസ് കാണുമ്പോൾ നമുക്കൊരു ക്ലീൻനെസ് തോന്നും. ആ ഒരു ലെവലിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും, ബെറ്റർ ആയിരിക്കും. അതുപോലെ നമ്മൾ വരക്കുന്ന ഓരോ ലൈൻസിനും നമുക്കൊരു വിശ്വാസം വേണം. നമ്മൾ വരക്കുന്ന ലൈൻസിന് ഓരോന്നിനും നമുക്കൊരു ഒരു ഉറപ്പ് വേണം. അതെ, അവിടെ ഫാക്കൽറ്റീസ് ഒക്കെ എക്സാം സെന്ററിൽ ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അത് നോക്കും, ലൈൻ ക്വാളിറ്റി എത്രത്തോളം നല്ലതാണെന്നുള്ളതൊക്കെ. അപ്പൊ അത് പ്രാക്ടീസിലൂടെ തന്നെ കിട്ടുള്ളൂ. ഡ്രോയിങ്ങിൽ അധികം സ്കില്ല് വേണമെന്നില്ല. നമ്മൾ തിങ്ക് ചെയ്യുന്നത് നമുക്ക് പേപ്പറിൽ കാണിക്കാൻ പറ്റിയാൽ പല സ്റ്റൈലില്, ഡിഫറെന്റ് സ്റ്റൈലില്, ഇപ്പൊ ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലായിരിക്കും, അങ്ങനെ വരച്ചെടുക്കാം. ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, ഡിസൈൻ എന്താന്നുള്ളതൊക്കെ. പിന്നെ ഓവറോൾ നിഫ്റ്റില് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിരുന്നത്? ഫസ്റ്റ് റൗണ്ട് പ്രിലിംസ് ഒക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഓർമ്മല്ലേ? ഒരു ഇൻസെക്റ്റിന്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരുന്നില്ലേ? അത് കുറച്ച് ഹാർഡായി തോന്നിയിരുന്നു. ലൈക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അത് മാത്രമേ ഹാർഡ് ഉണ്ടായുള്ളൂ എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. രണ്ട് ക്വസ്റ്റ്യൻസ്. ഒന്ന് നമുക്ക് ഫ്രൂട്ട് ഉണ്ടായിരുന്നു, ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് മീൻസ് ആപ്പിള്, അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അതെ, അതിൽ കുറെ ഉണ്ട്. പൈനാപ്പിള്, ആപ്പിള്, അങ്ങനത്തെ കുറച്ച് 2-3 ഫ്രൂട്ട്സ് ഉള്ളത്. അത് ഫ്യൂച്ചറിസ്റ്റിക് ആയി നമ്മൾ ഉണ്ടാവുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ അതിന് മെയിനായിട്ട് അതൊക്കെ ടഫായി തോന്നിയിരുന്നു. ബാക്കിയുള്ളൊന്നും വലിയൊരു കുഴപ്പമില്ലാത്ത ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ജനറൽ എബിലിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു നിഫ്റ്റില്? ഇപ്പൊ നിങ്ങൾ ഏതൊക്കെ ക്യാമ്പസിലാണ് നോക്കണത്, അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിഫ്റ്റിലാണെങ്കിൽ? ഞാനിപ്പോ ഹൈദരാബാദാണ് വിചാരിച്ചത്, പിന്നെ ആക്സറി ഡിസൈൻ. ഓക്കെ, അതിന് അലോട്ട്മെന്റിന് കൊടുക്കണം അല്ലേ? നിങ്ങള്? ഞാനിപ്പോ ശ്രീനഗർ പ്ലാൻ ഉണ്ട്, ഫിക്സ് ആക്കിയിട്ടില്ല. കിട്ടാന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ അങ്ങനെ പോവും. ഫാഷൻ കമ്മ്യൂണിക്കേഷൻ എടുക്കാൻ കരുതിയിട്ടുണ്ട്. ഞാനും അങ്ങനെ തന്നെ ശ്രീനഗറാണ് നോക്കുന്നത്. ഉറപ്പായിട്ടില്ല, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ഫോർ ദ കമ്മിങ് ബാച്ചസ്, ലൈക്ക് കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു ഡിസൈൻ ഫീൽഡിലേക്ക് വാട്ട് മെസ്സേജ് വിൽ യു ഗീവ്? അതല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യാൻ? നമ്മള് കാണുന്ന മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അബ്ഷിർ പറഞ്ഞ പോലെ തന്നെ ടൈം മാനേജ്മെന്റ് കാര്യമായിട്ട് നോക്കണം. കാരണം വെച്ചാൽ നമ്മൾ എത്രത്തോളം ഡ്രോയിങ് മൊഞ്ചാക്കാൻ നോക്കാണ്ട് നമ്മൾ എന്താ ചിന്തിക്കുന്നത് അത് പേപ്പറിൽ എത്തിക്കാൻ കഴിയണം. അത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഈ ടൈം നല്ലോണം പ്രാക്ടീസ് ചെയ്താലേ ടൈം മാനേജ്മെന്റ് സെറ്റ് ആവും. സോ ഇൻ മൈ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു ഫീൽഡ് ലൈക്ക് ഡിസൈനിങ് ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. നമ്മൾ ഇത് ഒരിക്കലും ഇതൊരു ടെൻഷനുള്ള സംഭവമാണ്, അല്ലെങ്കിൽ ഇത് ആകെക്കൂടെ തലയിൽ ഇതാവണം, അങ്ങനത്തെ ഒരു ഇത് ആവശ്യമില്ല നമുക്ക്. ബിക്കോസ് നമുക്കിത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്കിത് അത്രയും എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഒരിക്കലും നമ്മളിതിന് വേണ്ടിങ്ങാണ്ട് ഒരു എന്താ പറയാ ഡിപ്രഷൻ ആ വരിക അല്ലെങ്കിൽ വർക്ക് ലോഡ് പോകുമ്പോൾ എനിക്ക് താങ്ങണില്ല, അങ്ങനത്തെ ഒരു ഇത് ഒരിക്കലും വരാൻ പാടില്ല. ലൈക്ക് നമ്മൾ എൻജോയ് ചെയ്ത് ഇൻട്രസ്റ്റിങ്ങോട് പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക്
ഇത് ഉഷാറായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ വേറെ ഏത് ഫീൽഡ് വെച്ച് നോക്കി മീൻസ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഞാനിത് ബാക്കിയുള്ള ഏത് ഫീൽഡ് അല്ലെങ്കിൽ വേറെ കോഴ്സൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും പറയുന്നത് പ്രഷർ ഉണ്ടാവും ഈ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ആ ഒരു ടെൻഷൻ ആക്കുന്നുണ്ട്. പക്ഷേ ഈ ഡിസൈനിങ്ങിന്റെ വെച്ച് നോക്കുമ്പോൾ വർക്ക് ലോഡ് കാര്യങ്ങൾ ഉണ്ടാവും. അതല്ലാതെ വേറെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാം കൊണ്ട് നമുക്കിത് ഓക്കെയാണ്. ലൈക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതിപ്പോൾ കോളേജ് ആയിക്കോട്ടെ ഏത് ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ നമുക്ക് ഈ ഒരു പഠിക്കുന്ന കാര്യത്തിൽ നമുക്കിത് ഭയങ്കര റിലാക്സിങ് ആണത്. വേറെ ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല.